ക്രിസ്തുയേശുവിനാൽ വിളിക്കപ്പെട്ട് വേർതിരിക്കപ്പെട്ട് രക്ഷിക്കപ്പെട്ട എന്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഏവർക്കും കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. നിങ്ങളേവരെയും കർത്താവായ ക്രിസ്തു സമ്പൂർണ്ണമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. പഴയതുപോലെ പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ലേ? പ്രാർത്ഥനാ ജീവിതം തകടം പറഞ്ഞു. കൂടെ നടന്ന ക്രിസ്തു നമ്മളിൽ നിന്നും അതൊന്ന് പിന്നിലായിരിക്കുന്നു. ഹല്ലേലൂയ. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം അതിന്റെ 43 മുതലുള്ള വാക്യങ്ങൾ. പെസഹ പെരുന്നാൾ കഴിഞ്ഞപ്പോൾ അവന്റെ മാതാപിതാക്കൾ സ്വഭവനത്തിലേക്ക് മടങ്ങി. എന്നാൽ ക്രിസ്തു ജെറുസലേമിൽ തുടർന്നു. അവൻ കൂട്ടത്തിൽ ഉണ്ടായിരിക്കുമെന്ന് അവന്റെ മാതാപിതാക്കൾ കരുതി. എന്നാൽ ഒരു ദിവസത്തെ യാത്ര കഴിഞ്ഞപ്പോൾ അവർ തിരഞ്ഞു, അവനെ കണ്ടില്ല. അവർ അപ്പോൾ യാത്ര അവിടെ വെച്ച് നിർത്തുകയും ജെറുസലേമിലേക്ക് തിരികെ വന്ന് ക്രിസ്തുവിനെ കണ്ടുമുട്ടി അവനെ കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാൻ കഴിയാത്ത അവസ്ഥ, ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ. നാം പ്രാർത്ഥിക്കുന്നുവെങ്കിലും ഹല്ലേലൂയ, ക്രിസ്തു നമ്മോടൊപ്പമില്ല. ആയതിനാൽ പ്രാർത്ഥനാ ജീവിതത്തിൽ പ്രശ്നങ്ങൾ, ജീവിതത്തിൽ പ്രശ്നങ്ങൾ, ചർച്ചിൽ പ്രശ്നങ്ങൾ. ക്രിസ്തുവിന്റെ വചനം കേട്ട് ആകാംക്ഷയോടെ ക്രിസ്തുവോടൊപ്പം യാത്ര ചെയ്ത നമ്മൾ പാതി വഴിയിൽ ക്രിസ്തുവിനെ ഉപേക്ഷിച്ചു. എപ്പോഴാണ് ആ ബാലൻ തങ്ങളുടെ കൂടെ ഇല്ല എന്ന് മനസ്സിലാക്കിയ അവന്റെ മാതാപിതാക്കൾ അവിടെ വെച്ച് യാത്ര നിർത്തുകയും തിരിച്ച് ക്രിസ്തുവിനെ അന്വേഷിച്ച് അവർ ജെറുസലേമിലേക്ക് പോവുകയും ചെയ്തു. ഹല്ലേലൂയ. പ്രിയ സഹോദരനെ, ക്രിസ്തു നമ്മോടൊപ്പം ഇല്ല എന്ന് മനസ്സിലാക്കുന്ന ആ നിമിഷം തന്നെ ആ യാത്ര നിർത്തുക, ക്രിസ്തുവിനെ അന്വേഷിക്കുക, അവനെ കൂടെ കൊണ്ട് നടക്കുക. ഹല്ലേലൂയ. അവന്റെ കയ്യിൽ നിന്ന് പിടിവിടരുത്. ഹല്ലേലൂയ. വിശ്വാസ ജീവിതത്തിൽ ക്രിസ്തു ഇല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. ക്രിസ്തു പറയുന്നു, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. ഹല്ലേലൂയ. ക്രിസ്തുവിനെ കൂടാതെയുള്ള അധ്വാനം ഒരിക്കലും പ്രതിഫലം നൽകുന്നില്ല, അത് പൂർണ്ണമാകുന്നില്ല. ഹല്ലേലൂയ. ആകയാൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, ക്രിസ്തു നിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു എന്നോ നിനക്ക് ഇപ്പോൾ തോന്നുമെങ്കിൽ തീർച്ചയായും നിന്റെ വിശ്വാസ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുക. ക്രിസ്തു നിന്റെ ജീവിതത്തിന് പിന്നിലുണ്ട്. അവൻ വളരെ ദൂരത്തല്ല, അരയിൽ തന്നെയുണ്ട്. അവന്റെ അടുക്കിലേക്ക് ചെല്ലുക. ഹല്ലേലൂയ. അവൻ നിന്നെ സ്വീകരിക്കാനായി ഇരിക്കാനാണ് വേണ്ടി കാത്തു നിൽക്കുകയാണ്. ഹല്ലേലൂയ. ഇസ്രായേലിലേക്ക് കടന്നു ചെന്ന മാതാപിതാക്കളോട് അവൻ ചോദിച്ചു, എന്റെ പിതാവിന്റെ കൂടെ ഞാൻ ആയിരിക്കേണ്ടതല്ലേ? കർത്താവ് എപ്പോഴും തന്റെ പിതാവിനോടൊപ്പം ആയിരിക്കുന്നു. ആകയാൽ നഷ്ടപ്പെട്ട ക്രിസ്തുവിനെ നമുക്ക് അന്വേഷിച്ചു ചെല്ലാം. പ്രാർത്ഥിക്കാം, കർത്താവേ, വിശ്വാസ ജീവിതത്തിൽ അവിടത്തോടൊപ്പം സഞ്ചരിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ. ഒരിക്കലും അവിടത്തെ കൂടാതെ ഒരു ചുവട് പോലും മുന്നോട്ട് വയ്ക്കുവാൻ ഞങ്ങളെ അനുവദിക്കരുതേ. എപ്പോഴും അവിടത്തോടൊപ്പം സഞ്ചരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളെ പ്രാർത്ഥനാ ജീവിതത്തെ അനുഗ്രഹിക്കണമേ. അവിടുത്തെ കൂടാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധ്യമല്ലെന്ന് അവിടുത്തെ വചനം ഞങ്ങളെ പഠിപ്പിക്കുന്ന കർത്താവേ, അവിടുന്ന് ഞങ്ങളോടൊപ്പം സഞ്ചരിക്കണമേ. പ്രാർത്ഥന കേട്ട കൃപയായ കർത്താവേ, സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ